ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളൊരു ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പോയതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നില്ലേ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ഒന്ന് ലേറ്റായി, നോമ്പൊക്കെയല്ലേ, അതിൻ്റെ തിരക്ക് പെട്ടുപോയതാണ്. അപ്പോൾ പോകാൻ വീഡിയോയിലേക്ക്. വെൽക്കം ബാക്ക് അവർ വീഡിയോ EB ഫൺ വേൾഡ്. ഇപ്പോൾ നമുക്ക് നേരത്തെ കണ്ടതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. ഈ ഒരു ഏരിയയിൽ ലിക്വിഡ് ഹാൻഡ് വാഷ് ഡിസ്പെൻസറുകളാണ്. ഇനി പല ഷേപ്പിലും സൈസിലുള്ള സ്റ്റോറേജ് ബോക്സുകളാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാട് സ്റ്റോറേജ് ബോക്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കണ്ടതാണ് ഈ ഒരു പാത്രം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് പാത്രമാണ് കേട്ടോ. അതുപോലെ നമ്മളെ പഴയ വീഡിയോയിൽ നമ്മൾ ആ ഫ്ലവേഴ്സിൻ്റെ ഏരിയ കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് ഡ്രൈ പെറ്റൽസ് ആണ്. അതുപോലെ തുലിപ്സിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് കളേഴ്സിലുള്ള കുഞ്ഞു കുഞ്ഞു പോട്ടുകളും അവിടെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തുമ്പോൾ നമ്മൾ വേറൊരു വൈബാവാണ്. ഇനി നമ്മൾ ആ ഫ്ലവേഴ്സിന് മാച്ചായിട്ട് പോകുന്ന ഫ്ലവർ വേസുകളാണ് കാണാൻ പോകുന്നത്. പല ഷേപ്പിലും സൈസിലുള്ള ഫ്ലവർ വേസുകളുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മളെ വീട്ടിൽ ടേബിളിലോ അല്ലെങ്കിൽ കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നിക്കുന്ന, എല്ലാം ഗ്ലാസിൻ്റെതാണ്. ഗ്ലാസിൻ്റെ ഫ്ലവർ വേസുകളാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇതിൻ്റെ തന്നെ കളേഴ്സിൽ വരുന്ന, ഗ്ലാസ്സിൽ കളേഴ്സ് വരുന്ന ഫ്ലവർ വേസുകളാണ് ഈ കാണുന്നത്. അതുപോലെ സെറാമിക്കിൻ്റെ ഫ്ലവർ വേസുകളാണിത്. ഇതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. നമ്മളെ വീടൊരു എസ്തെറ്റിക് ലുക്ക് കൊണ്ടുവരാനൊക്കെ ഇതുപോലത്തെ ഓരോ പീസുകൾ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. ഫ്ലവർ വേസിൻ്റെ സെക്ഷനോട് തൊട്ട് ചാരിയിട്ടാണ് ഗ്ലാസിൻ്റെ ഏരിയകൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബാത്റൂമിലേക്കും റൂമിലേക്കും വേണ്ട മിററുകളാണ് ഉള്ളത്. നമ്മൾ മേക്കപ്പ് ടേബിളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മിററുകളുണ്ട്. അതുപോലെ വാൾ ഡെക്കോറായിട്ടുള്ള മിററുകളുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞു ഡെക്കോർ ഐറ്റംസാണ്. അതിൻ്റെ കൂടെ തന്നെ ബഹൂറും മറ്റൊക്കെ കത്തിക്കുന്ന ചെറിയ ചെറിയ സ്റ്റാൻഡുകളും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് ക്യാൻഡിൽ ഹോൾഡറുകളുള്ളത്. നല്ല ഭംഗിയുള്ള ക്യാൻഡിൽ ഹോൾഡറുകൾ ഉണ്ടായിരുന്നു. വുഡിൻ്റെതും ഗ്ലാസിൻ്റെതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു വാള് കംപ്ലീറ്റ് തവികളാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് ചാരിയിട്ടുള്ള വാളിൽ സ്പൂണുകളാണ്. ഇത് സ്റ്റീലിൻ്റെ തവികളാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിലുള്ള എന്തൊക്കെയോ ഐറ്റംസാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടികളൊക്കെ എടുത്തുന്നതാണോ അറിയില്ല. കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി കാണുന്നതൊക്കെ സ്റ്റോറേജ് ബോക്സുകളാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റോറേജ് ബോക്സുകളാണ്. ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റോറേജുകളാണ്. ഇത് കണ്ടോ, ഇത് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. താഴെ ഇങ്ങനെ റൊട്ടേഷൻ ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ബോക്സുകളാണ്. ഇനി നമ്മൾ കാണുന്നത് എഗ് സ്റ്റോറേജ് ബോക്സ് ആണ്. അറ്റ് എ ടൈം ഒരുപാട് മുട്ടകൾ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണിത്. ഇത് 3 ലെയറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ 1 ലെയറിലുള്ള സ്റ്റോറേജ് ബോക്സുകളും ഉണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. അതിൻ്റെ ഗ്ലൈസിങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്ലാസ് പോലെ തോന്നുമെങ്കിലും ഗ്ലാസ് അല്ല കേട്ടോ. ഇതൊക്കെ ഓരോന്നും നമ്മൾ ഫ്രിഡ്ജിലും നമ്മളെ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ലുക്ക് വേറെ തന്നെ ആയിരിക്കും. ഇത് മസാല ബോക്സുകളാണ്. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ വന്നിട്ട് മസാല ബോക്സാണ്.
ഇതുപോലത്തെ സ്റ്റോറേജ് ബോക്സുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ബോക്സുകളാണ്. ഇത് കണ്ടോ, ഇതിലിങ്ങനെ എയർ പാസേജിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പല കളേഴ്സിലുള്ളതുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പുകളാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഗ്ലാസിൻ്റെ കപ്പുകളും സെറാമിക്കിൻ്റെ കപ്പുകളുമാണ് കണ്ടത്. ഇവിടെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇത് ബാത്റൂം ഹോൾഡറാണ്. ഇതൊക്കെ ക്ലീനിങ് പർപ്പസിനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വീണ്ടും സ്റ്റോറേജിൻ്റെ ഏരിയകളിലേക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ തവികളെ സെക്ഷൻ കാണിച്ചില്ല, അതിൻ്റെ തൊട്ടടുത്താണ് സ്പൂണുകളെന്ന് പറഞ്ഞില്ലേ. ഇതാണ് ആ സ്പൂണിൻ്റെ സെക്ഷൻസ്. ഇതിൻ്റെ തൊട്ടടുത്ത് കട്ട്ലറി ഐറ്റംസ് ആണ് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളെ കത്തികളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മാഗ്നറ്റിൻ്റെ ഹോൾഡറാണിട്ടത്. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് പീൽ ചെയ്ത് വെക്കുന്ന നമ്മളെ വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പീലറാണ്. ഈ പ്രോഡക്റ്റ് നമ്മളെ പ്ലേറ്റുകളൊക്കെ ഷെൽഫിൽ വൃത്തിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. സിലിക്കൺ ആണ് കേട്ടോ മെറ്റീരിയൽ. ഇത് നമ്മളെ കുഞ്ഞു കുഞ്ഞു ടേബിളിലൊക്കെ വിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടേബിൾ ഷീറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ സെറ്റുകളാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. അധികം വെയിറ്റ് ഒന്നുമില്ല. സെറ്റായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പല പ്ലേറ്റുകളും ബൗളുകളൊക്കെയാണ്. ഇത് പിന്നെ ക്യൂട്ടായിട്ടുള്ള കാർപ്പറ്റുകൾ, കിച്ചൺ മാറ്റ്, യോഗ മാറ്റ്, അങ്ങനെ പോകുന്നു ഈ ഒരു ഏരിയയിൽ. ഇതൊക്കെ ഗ്ലാസിൻ്റെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളാണ്. ഇത് നമുക്ക് ഡെക്കോർ ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ടേബിളിലൊക്കെ ഡേറ്റ്സും നട്ട്സൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന ബോക്സുകളാണ്. ചോക്ലേറ്റ് ബോക്സുകളാണ്. ഐസ്ക്രീം ചോക്ലേറ്റ് ബോക്സുകളാണ്. ഇത് നമ്മളെ കട്ടിംഗ് ബോർഡുകളാണ്. പല മെറ്റീരിയലുള്ള കട്ടിംഗ് ബോർഡാണ് കാണിക്കുന്നത്. നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റ് വെക്കുന്നതിന് പകരം വെക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ താഴെ റബ്ബറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. ചൂട് നമ്മളെ കൗണ്ടർ ടോപ്പിൽ എത്തേയില്ല. കൗണ്ടർ ടോപ്പിൽ മാത്രമല്ല കേട്ടോ, നമ്മളെ ടേബിളിൽ ഒക്കെ വെക്കാൻ പറ്റും. ആ കുഞ്ഞ് ഷീറ്റൊക്കെ വരുന്നത് ടീ കപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നത്. അതുപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ ഒരു വശത്ത് ഫുഡ് ഐറ്റംസും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട കട്ട്ലറി ഐറ്റംസും തവി സ്പൂണൊക്കെ കണ്ടില്ലേ, അങ്ങനത്തെ മെറ്റീരിയലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്നതൊക്കെ നമ്മൾ കിച്ചൺ ക്ലീനിങ് ക്ലോത്തുകളാണ്. അതുപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാൻ വെക്കുന്ന ഷീറ്റുകളാണ് കാണുന്നത്. ഇത് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. ഇതൊക്കെ ക്ലീനിങ് ക്ലോത്തുകൾ
ഹാങ്ങിങ് ക്ലോത്തുകൾ, നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലോത്തുകളാണ്. അതുപോലെ നമ്മൾ വണ്ടികൾ കഴുകുമ്പോൾ യൂസ് ചെയ്യുന്ന ക്ലോത്തുകൾ, ആ ഒരു ഏരിയ ആണിത്. ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് കിടക്കുന്നത്. ഇതൊക്കെ ക്യാപ്പുകളാണ് കേട്ടോ, മങ്കി ക്യാപ്പ് ഐറ്റംസാണ്. ഇത് നമ്മൾ ന്യൂ ബോൺ കുട്ടികളുടെ തലയിലൊക്കെ കാണുമല്ലോ ക്യാപ്പ്, ആ ഒരു ഐറ്റമാണ്. ഷോക്സുകൾ, പല വെറൈറ്റി ചെരുപ്പുകൾ, ഷൂ, ക്രോക്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് തല തോർത്താൻ മടിയുള്ള കൂട്ടർക്കുള്ളതാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ പല പല പാൻസുകളുണ്ട്, ഇന്നർ വെയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് വിടുകയാണ്. ഇതൊക്കെ പെറ്റിക്കോട്ടുകളാണ് കേട്ടോ, പല സൈസിലുള്ള പെറ്റിക്കോട്ടുകളാണ്. ഇതൊക്കെ സ്കേർട്ടുക്കും ജീൻസുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളാണ്. ഒന്ന് രണ്ടെണ്ണം ഞാനിവിടെ കാണിക്കാം. പിന്നെ ഇവിടെ ഈ ലേഡീസിനും ജെൻസിനും ഒക്കെ പറ്റിയിട്ടുള്ള ഹുഡീസ് ഉണ്ടല്ലോ, അതൊരുപാടുണ്ടായിരുന്നു കേട്ടോ. പല കളേഴ്സിൽ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നേ. ഇനി നമ്മൾ കുറച്ച് മാക്സി ടൈപ്പ് അല്ലെങ്കിൽ നൈറ്റി ടൈപ്പ് ഡ്രസ്സുകളാണ് കാണുന്നത്. ഇവിടുത്തെ ലേഡീസൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സുകൾ. ഈ ഒരു മാക്സി വെൽവെറ്റിൻ്റെ, സോഫ്റ്റ് വെൽവെറ്റിലുള്ളൊരു മാക്സിയാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു. അധികം വെയിറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു നൈറ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറീസ് ഇവിടെ കണ്ടു. അതുപോലെ ഭയങ്കര നെസ്റ്റാൾജിക് ഫീൽ വരുന്ന ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്ത ആക്സസറീസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു നെസ്റ്റ് ഫീൽ വരുമല്ലോ. അങ്ങനൊരു ഫീൽ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ വന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞതിൽപ്പെട്ട ഒരു ഐറ്റം, ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്സ്. ഇതൊക്കെ ഒരുവിധ ആളുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര രസമാണ്. അതിങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി കളിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ തന്നെ സ്റ്റോൺ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു, ഗോൾഡ്, സിൽവർ ഒക്കെ ഉണ്ടായിരുന്നു.
ഇത് പിന്നെ നമ്മളെ ലേഡീസിന് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന മിററാണ്. ഇതൊക്കെ ഹെയർ ആക്സസറീസ് ആണ്. ഇത് പിന്നെ നമ്മളെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് ആക്സസറീസ് ആണ് കേട്ടോ. സെറ്റായിട്ട് വരുന്ന ആക്സസറീസ് ആണ്. ഇത് പിന്നെ മേക്കപ്പിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ബേസായിട്ട് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസ്, ഫൗണ്ടേഷന്, ഹൈലൈറ്റർ, ബ്ലഷ്, അതുപോലെ കോണ്ടോർ, ഐ ഷാഡോ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ലിപ്സ്റ്റിക്ക്. ഇത് നെയിൽ പോളിഷ് റിമൂവറാണ്. ഇതിങ്ങനെ ബോക്സിലാണ് വരിക. ഒരുപാട് നെയിൽ പോളിഷുകളുണ്ട്. നല്ല നല്ല വെറൈറ്റി കളേഴ്സ് നെയിൽ പോളിഷ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഐ മേക്കപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഐബ്രോ, ഐലൈനർ, പഫ്, അങ്ങനത്തെ. ഇത് പിന്നെ ജ്വല്ലറീൻ്റെ സെക്ഷനാണ്. മേക്കപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജ്വല്ലറി സെക്ഷൻ വരുന്നത്. ക്യൂട്ടായിട്ടുള്ള ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ ഓയിലിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഒരുപാട് ഓയിലുകൾ ഉണ്ടായിരുന്നു. കാസ്റ്റർ ഓയിൽ, ഒലീവ് ഓയിൽ, ഗാർലിക് ഓയിൽ. ഇവിടെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ഓയിൽ കണ്ടു. ഇതാണ് ആ ഓയിൽ. സ്നേക്ക് ഓയിൽ എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി. അപ്പോൾ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. നമ്മളെ ഹെയറിനും സ്കിന്നിനും നമ്മളെ ഇൻഫ്ലമേഷൻസിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ അത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി, സ്നേക്ക് ഓയിൽ എന്നുള്ളൊരു സംഭവം. ഒരുപാട് ഓയിലുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. അതുപോലെ ബദാം ഓയിൽ, അങ്ങനെ ഒരുപാട് ഓയിൽസ് ഉണ്ടായിരുന്നു. ഈ സ്നേക്ക് ഓയിൽ ഉപയോഗിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ഒരു ഏരിയയിൽ റൂം സ്പ്രേകളാണ് കേട്ടോ.
ഈ കാണുന്നത് പോക്കറ്റ് ഫ്രണ്ട്ലി സ്പ്രേ ബോട്ടിലുകളാണ്. നമ്മൾ വലിയ സ്പ്രേ ബോട്ടിലിൽ നിന്ന് സ്പ്രേ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു കുഞ്ഞു ബോട്ടിലുകളാണ്. ഇത് പിന്നെ ഫേസ് മാസ്കുകളാണ്. കുറേ വെറൈറ്റി മാസ്കുകളുണ്ട്. ഫേസ് ക്രീമുകൾ, ഫേസ് മാസ്ക്, അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇവിടെ. ഫേസ് വാഷ്, സ്ക്രബ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേഷനറി ഐറ്റംസാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറീസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഈ ഷോപ്പിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കവർ ചെയ്യാത്തൊരു ഭാഗം കിഡ്സിൻ്റെ ടോയ് സെക്ഷനാണ്. അവിടേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാവരും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ്.